ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ പടയ്ക്കുന്ന മീൻ എങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണോ നിങ്ങൾ ആലോചിക്കുന്നത്? ഇതിനെ രാത്രി കിട്ടിയ മീനായിരുന്നു കേട്ടോ. ഇത് ഞാൻ എന്ത് ചെയ്തു, ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതല്ല നല്ല ജീവൻ തന്നെ ഉണ്ട് ഇതിന് കേട്ടോ. അപ്പോൾ നമുക്കിത് നാളെ എങ്ങനെ സെറ്റാക്കി എടുക്കാം നോക്കാം. നല്ല അടിപൊളി ഒരു ഫിഷ് ഫ്രൈ. അപ്പം ഗൈസ്, മീനിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായി കഴിഞ്ഞിട്ടോ. അപ്പം ഞാൻ ഫ്രീസറിന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഐസൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുത്തുനിന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. ഭയങ്കര സ്ട്രോങ് അപ്പം മീനൊക്കെ ഞാൻ ഇവിടെ നന്നാക്കി വൃത്തിയാക്കിയിട്ടോ. നമുക്കിന്ന് കഴുകിയെടുക്കാം. ഇപ്പം കഴുകലും ഞാൻ പുറത്തുനിന്ന് കേട്ടോ. ഇതിൻ്റെ മണം ഭയങ്കര വല്ലാത്ത സ്മെല്ലാണ്. അപ്പം സിങ്കൊക്കെ ഭയങ്കര മണമായിരിക്കും. ആ മണം എങ്ങനെ നമ്മൾ നോക്കിയാലും മാറിക്കിട്ടാൻ കുറച്ച് പണിയാണ്, എത്ര സോപ്പിട്ട് കഴുകിയാലും. അപ്പം നമുക്കിതൊന്ന് പുറത്തുനിന്ന് കീക്കി വരാം. അപ്പം ഗൈസ്, നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടോ. ഇനി ഒന്ന് വരടണം കേട്ടോ. ഇത് ഫ്രൈ ചെയ്യാനല്ല. അപ്പം നമുക്ക് മീനിങ്ങനെ വരടണം. നല്ല ആയത്തിൽ തന്നെ വരടണം കേട്ടോ. നല്ല നമ്മൾ കായൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കുള്ളൂ. അപ്പം നമുക്കിത് മുഴുവനൊന്ന് വരടാം. ചിലവർ ഇതിൻ്റെ തോല് കളയുന്നത് കാണാം കേട്ടോ. പക്ഷെ എനിക്കിത് തോല് കളയാൻ എന്തുവരെ എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളത്, മുറിക്കാറുള്ളത് കേട്ടോ. ഇത് പിടിച്ചുകൊണ്ടുവന്ന മീനാട്ടോ. ഇത് ഇന്നലെ രാത്രി പിടിച്ചുകൊണ്ടുവന്ന മീനാണ്. നല്ല ഫ്രഷ് മീനാട്ടോ. അപ്പം എല്ലാം വരട്ടെ കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് കല്ലുപ്പിടാം. കല്ലുപ്പ്, കുറച്ച് വിനാഗിരി ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ലേശം നേരം കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങണ്ട് ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ കുറച്ച് നേരം വെക്കാം. ആ കല്ലുപ്പ് കൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ മീനൊന്ന് കുഴച്ചിട്ട് ആ വിനാഗിരിയൊക്കെ വെച്ച വെള്ളത്തിൽ കുറച്ച് നേരം നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ നിന്നൊക്കെ പിടിച്ചുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ ചില സമയത്ത് ചെളിയൊക്കെ ചോദിക്കാറുണ്ട് മീനിൽ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വിനാഗിരി ഒഴിക്കുന്നുണ്ട്. ഇത് പുതിയതാണ് ഗൈസ്, അതാണ് ഇതിന് മൂടിയൊക്കെ വന്നത്. ഇത്ര മതി. നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും. അത് നമുക്കിങ്ങനെ കൈകൊണ്ടൊന്നിങ്ങനെ ഇതാക്കാം. ഈ മീനൊന്ന് കുഴച്ചെടുക്കാം. ഈ ഉപ്പിൻ്റെ ആ ഒരു ഇതിനെ കൊണ്ട് അതിലുള്ള ചെടിയും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പോട്ടെ. നമുക്കിത് കുറച്ചത് മുങ്ങാനുള്ള വെള്ളം വെച്ചിങ്ങാണ്ടൊന്ന് സെറ്റാക്കി എടുക്കട്ടോ. ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കും. ഇതിൽ നമ്മളിങ്ങനെ വരച്ച ഈ വരകൾക്കെല്ലാം തുറന്നിങ്ങനെ നിൽക്കും.
അപ്പോൾ നമുക്കിനി ഇത് കുറച്ച് നേരം ഈ വെള്ളത്തിൽ തന്നെ നിന്നോട്ടെ. ഇതിലേക്കുള്ള കായം റെഡിയാക്കി എടുക്കാം. അപ്പോഴത്തേനും ഞാൻ ഇവിടെ കുറച്ച് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ചപ്പ്, പുതിന ഇല്ല കേട്ടോ, ഇതന്നെ ഉള്ളത്. പുതിനൻ്റെ കുറച്ച് തണ്ടുകളൊക്കെ ആണ്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില കേട്ടോ. ഇത് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് നന്നായി ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട പൊടികളിടാം. പൊടികളുടെ മുമ്പ് ഞാൻ പറയാം. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് പിന്നെ ഈ ചപ്പ് ഞാൻ ഇവിടെ ചെറിയ കുഞ്ഞ് കൃഷിയൊക്കെ ഒരു തോട്ടം, കുഞ്ഞ് തോട്ടം കേട്ടോ. കുറച്ച് കരിവേപ്പിൻ്റെ ഇലൻ്റെ ഇതും അതേപോലെ കുറച്ച് ചീര, പയർ, കായ് വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ ചപ്പിൻ്റെ ഇത് ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചപ്പ് ഏകദേശം കുറച്ച് നല്ല കായുണ്ട്, ഞാൻ കാണിച്ച് തരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഭയങ്കര വെയിലാണ് ഗൈസ് അവിടെ, അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോകാൻ കഴിയില്ല. അപ്പം നമുക്കിത് ആദ്യം പേസ്റ്റ് ആക്കി എടുക്കാം. ഗൈസ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മിക്സി വരുന്നത് കേട്ടോ. മിക്സി ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി, പുറത്തായിരുന്നു, ഇപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയതാണ്. അരയുന്നില്ല ഗൈസ്, നമുക്ക് കുറച്ച് ഒരിത്തിരി വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പം നന്നായി പേസ്റ്റ് ആവും. പറഞ്ഞില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ നമ്മൾ മിക്സി താനെ പണി തുടങ്ങിക്കോളും. നല്ല വേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ടെടുക്കാം. പിന്നെ അതിൽ മുളകും പൊടി 2 സ്പൂൺ ഇട്ടിട്ടോ. അപ്പോൾ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇതിന് 2 സ്പൂൺ ഇട്ടത്. നമുക്ക് പെരിഞ്ചീരകം 1 സ്പൂൺ പെരിഞ്ചീരകം ഇടാം. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. അതുപോലെ തന്നെ ഒരു 2 സ്പൂണും മല്ലിപ്പൊടി ഇടാം. നമുക്കിതിലേക്ക് നല്ല എരിവ് ഉണ്ടാവും കേട്ടത് സംഭവം. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലേശം കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇടാം. ഇതാ കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂൺ ഇടാം. നല്ല എരിവുള്ള മുളകാണോ, എത്ര ഇട്ടാലും കൂടി പോവുകയും ചെയ്യും, ഭയങ്കര എരിവായിരിക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇനി നമുക്ക് ഒന്നും കൂടി ഇത് അടിക്കാം, പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. അപ്പം എന്താ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആക്കിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. യെസ് ഗൈസ്, അപ്പോൾ ഉപ്പുണ്ട്, എരിവുണ്ട്, പുളിയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും 2 സ്പൂൺ തന്നെ നല്ല എരിവാണെന്ന്. അപ്പോൾ എല്ലാത്തൊരു മുളകായിപ്പോയി ഗൈസ്. അപ്പം നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കാം. വിനാഗിരിലൊക്കെ ഇട്ട് വെച്ചാണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കഴിഞ്ഞാൽ നല്ല ഇതിലിങ്ങനെ കാണുമെന്ന്, ലെയറായിട്ട് മീനിൻ്റെ ഇതൊക്കെ കാണാമെന്ന്, മീറ്റൊക്കെ കാണാം. അപ്പം നമുക്കൊന്നും കൂടി ഇതൊന്ന് കേകി എടുത്തിട്ട് നമുക്ക് കായം തേച്ചെടുക്കാം. നമുക്ക് 1 മിനിറ്റ് എടുക്കാം.
വെള്ളം നല്ല ഊറ്റിയെടുത്തിട്ട് ഇട്ട് കൊടുക്കണമായിരിക്കും നല്ല, അല്ലെങ്കിൽ നമ്മൾ മസാല വെള്ളമായിപ്പോവും. അപ്പം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. നമ്മൾ പിന്നെ കുറച്ച് നേരം ഒന്ന് മസാലയൊക്കെ തേച്ച് കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒന്ന് ഫ്രിഡ്ജിലൊന്ന് വെക്കണം. അപ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണിത്. എന്താ വെച്ചാൽ ഇതിൻ്റെ മസാല പറഞ്ഞാൽ നല്ല നല്ല രസമുണ്ട് ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അങ്ങനെയൊക്കെ ഒന്ന്. പിന്നെ ഈ മീനിൻ്റെ പേരെന്താണെന്ന് എനിക്ക് വലിയ പിടുത്തല്ല കേട്ടോ. എന്നാലും കരിമീനല്ല, കരിമീൻ പോലുള്ളൊരു മീനാണ്. മക്കൾക്കൊക്കെ അറിയാം കേട്ടോ ഇതിൻ്റെ പേരൊക്കെ എന്താണെന്ന്. ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു മീൻ പിടിക്കാൻ, 2 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് മക്കളുള്ളതുകൊണ്ട് മക്കളിങ്ങനെ എപ്പോഴും ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടേ ഇരിക്കുന്നു, വിചാരിക്കുന്നു. മീനൊന്നും ഒരൊറ്റ മീൻ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇവർ ഒറ്റക്ക് പോകുമ്പോൾ എത്ര പെട്ടെന്ന് ആ മീനുകളുടെ കുറേ മീനുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. അങ്ങനെ പൂതിയായിട്ട് ഞങ്ങൾ പോയതായിരുന്നു. കോറിയിൽ നിന്നാട്ടോ അത് പിടിക്കുന്നത്. ഇവിടെ അടുത്തുള്ളൊരു കോറിയിൽ നിന്നാണ് അത് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഫുള്ള് മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ വെക്കാം. ഇത് മസാല അധികം ഉണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷേ ഞാൻ കളയാറില്ല, എടുത്ത് വെക്കൂട്ടോ. എന്തായാലും ഇന്ന് കഴിഞ്ഞാൽ നാളെ ഒരു മീൻ പിടിക്കാൻ പോകും, അത് ഉറപ്പാണ്. പക്ഷെ മസാല പിന്നെ ഈ തോന മസാലയിൽ ഇങ്ങനെ മീൻ കട്ടുന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചാൽ ഭയങ്കര ഇതാണ്. മീനിൽ നല്ല മസാല ഒക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഗ്യാസ് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എനിക്കിപ്പം നേരം ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രീസറിലാട്ടോ വെക്കുന്നത്. അപ്പോൾ നല്ലൊന്ന് തണുത്തോളും. നമുക്ക് നമ്മളെ ഫിഷ് ഫ്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ. ഈ പാൻ ചൂടായിട്ട് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം ഗൈസ്. കുറച്ചധികം തന്നെ കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലേക്കാണ് ഫിഷ് ഇറക്കി വെക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ. പിന്നെ നമ്മൾ ഓരോരോ മീനും ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം. രണ്ടെണ്ണം വെച്ച് രണ്ടെണ്ണം വെച്ചിടാം. ആകുമ്പം ഒരു നല്ല സുഖത്തിലിരുന്ന് പൊരിയട്ടെ. നമ്മളെ കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വറവിടാണ്ട് ചോറായി കറിയായി. നമ്മളെ മീൻ ഇതവിടെ ഫ്രൈ ആവുന്നുണ്ട്. അപ്പം നമ്മൾ അടിപൊളി ഫിഷ് ഫ്രൈ ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഉള്ളി കാണിച്ച് കഴിച്ച് നല്ല ചൂടാണ്. അപ്പോൾ അടുപ്പത്തു നിന്ന് എടുത്തതല്ലേ, അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ ഏത് മീനിലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. കണ്ടിട്ട് തന്നെ കഴിക്കാനൊക്കെ തോന്നും. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിനി ഇത് ഫുള്ളും ചെയ്തെടുക്കാം കേട്ടോ.
ഒക്കെ തന്നെ ഉള്ളൂ. ഇനി ഭക്ഷണം കഴിക്കണം. മോൻ്റെ മീറ്റിംഗ് ഉണ്ടെന്ന്. അപ്പോൾ 2 മണി 2:30 ആകുമ്പോൾ മീറ്റിങ്ങിന് പോകണം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.